മല്ലികയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പാണത് സംഭവിച്ചത്. ആ തടിയന്മാർ കാറ് വളഞ്ഞു. താൻ ഈ തേയിലക്കാട്ടിൽ ഒറ്റപ്പെട്ടുവെന്നും ഒരുപക്ഷെ ആ നിഗൂഢകരുടെ പിടിയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്നും അവൾക്ക് തോന്നി. അപ്പോഴവൾക്ക് എന്തെങ്കിലും തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഉറക്കെ ശബ്ദമുണ്ടാക്കി ആരെയെങ്കിലും സഹായത്തിന് വിളിക്കുക മാത്രമായിരുന്നു. പക്ഷേ തേയിലക്കാടിൻ്റെ നിശബ്ദത ആ ശബ്ദത്തെ വിഴുങ്ങിക്കളയുകയുള്ളൂവെന്ന് അവൾക്കറിയാമായിരുന്നു. അകലെ ഫാക്ടറിയിലെയും ക്വാർട്ടേഴ്സിലെയും വെളിച്ചം കാണാം. ഇതിൻ്റെയെല്ലാം ഉടമയായ താൻ എന്തിനെയെല്ലാമോ ഭയന്ന് ജീവിക്കുക. എന്തു കഷ്ടമാണത്! മല്ലിക ശിരസ് തിരിച്ച് ചുറ്റും നോക്കി. പെട്ടെന്നൊരാൾ ഡോർ വലിച്ചു തുറന്നു. "ഇറങ്ങടി ഇങ്ങോട്ട്!" ഒരുവൻ പരുക്കൻ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു. ആ ശബ്ദത്തിൽ യാതൊരു ദയയോ ദാക്ഷിണ്യമോ ഇല്ലായിരുന്നു. പകരം ക്രൂരതയും മൃഗീയതയുമാണ് ഉണ്ടായിരുന്നത്. മല്ലിക പിന്നോട്ട് വലിഞ്ഞ് സീറ്റിനോട് പറ്റിച്ചേർന്നുകൊണ്ട് വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു, "നിങ്ങൾ ആരാണ്? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്?" "ഷ്, മിണ്ടരുത്. ഒച്ചയുണ്ടാക്കാൻ ശ്രമിച്ചാൽ നിന്റെ നാവ് പിന്നെ അനങ്ങുകയില്ല. ജീവിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്നത് അനുസരിച്ചോളണം." "ഇല്ല, നിങ്ങളെന്നെ വെറുതെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ അങ്കിളിനോട് പറയും." "ഏ, നീ അങ്കിളിനോട് പറയുമോ? അത് വേണ്ട. ഒരുപക്ഷെ അങ്ങേര് ഞങ്ങളെ കൊന്നുകളഞ്ഞെങ്കിലോ?" നിന്റെ അങ്കിൾ വലിയ യുദ്ധവീരനല്ലേ? എടി മണ്ടിപ്പെണ്ണേ, നിനക്കിനി അങ്കിളിനെ കാണാൻ കഴിഞ്ഞെങ്കിലല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. വാടി ഇവിടെ." അവളുടെ ഒരു അങ്കിൾ. ഡോർ തുറന്നു പിടിച്ച മനുഷ്യൻ കൈനീട്ടി അവളെ പിടിച്ചു. പിന്നെ ഒരു പുഷ്പം പോലെ പുറത്തേക്ക് വലിച്ചു ചാടിച്ചു. "ആ അമ്മേ!" അവൾ അലറി വിളിച്ചു. പെട്ടെന്നൊരു കടാരിയുടെ മുന മല്ലികയുടെ കീഴ്ത്താടിയിൽ അമർന്നു. "ഇനി നീ ഒച്ചയുണ്ടാക്കിയാൽ ഇത് നിന്റെ തൊണ്ടയിലൂടെ കടന്നു പോകും." ക്രൂരമായ ആ ശബ്ദം കേട്ട് അവൾ നടുങ്ങി. അലറിക്കരയാൻ തുടങ്ങിയത് പെട്ടെന്ന് നിർത്തി. ഏതോ അജ്ഞാത കരങ്ങൾ കഴുത്തിൽ അമർന്നതുപോലെ. അവരവളെ റോഡിലൂടെ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുമ്പോൾ അവൾ വേദനയോടെ പുളഞ്ഞു. ഇടയ്ക്കിടെ അവൾ ഞരങ്ങുന്നുണ്ടായിരുന്നു. "എന്നെ വിടൂ, എന്നെ കൊല്ലരുതേ, എന്നെ വിടൂ." മല്ലികയുടെ കാറിൽ നിന്നും 8 അടിയിൽ കൂടുതൽ അവളെ എടുത്തുകൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. മുൻപോട്ടാഞ്ഞ അവർ പെട്ടെന്ന് നിന്നു. സർപ്പദംശനമേറ്റതുപോലെ ഒരു വിറയൽ അവരിലുണ്ടായെന്ന് തോന്നുന്നു. നിലാവ് ഉദിച്ചു കഴിഞ്ഞിരുന്നു. നനുത്ത മൂടൽ മഞ്ഞിലൂടെ നിലാവൊളി തേയിലക്കാടിനെ പുലുകി. മല്ലികയുടെ കാറിൻ്റെ വെളിച്ചം മഞ്ഞിൻ്റെ സുതാര്യതയിലൂടെ മുന്നോട്ട് ഇഴഞ്ഞു ചെല്ലുന്നുണ്ടായിരുന്നു. തന്നെ എടുത്തുയർത്തിയിരിക്കുന്നവരിൽ ഒരു മാറ്റം പെട്ടെന്നുണ്ടായതുപോലെ മല്ലികയ്ക്ക് അനുഭവപ്പെട്ടു. അവരുടെ കൈകൾ അയഞ്ഞു. മല്ലിക സാവധാനം കാലുകൾ റോഡിൽ ഉറപ്പിച്ച് മറ്റുള്ളവരെ പോലെ തന്നെ മുൻപോട്ട് ഉദ്വേഗത്തോടെ നോക്കി. ആദ്യം അവൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ നനുത്ത മഞ്ഞിനിടയിൽ 10 അടിയിലധികമില്ലാത്ത അകലത്തിൽ അവളത് കണ്ടു. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ തല തിരിച്ച് ചുറ്റും നോക്കി. ആ ഭീകരന്മാരും നിർനിമേഷരായി അവിടേക്ക് തന്നെ തുറിച്ചുനോക്കി നിൽക്കുകയാണ്. മല്ലിക വീണ്ടും അവിടേക്ക് മുഖം തിരിച്ചു. അവിടെ ഒരു കറുത്ത കാർ കിടപ്പുണ്ടായിരുന്നു. ഇരുട്ടിൻ്റെ നിറമായതിനാൽ ഒറ്റനോട്ടത്തിൽ അത് വ്യക്തമാവുകയില്ല. അതിലെ ലൈറ്റുകളൊന്നും പ്രകാശിച്ചിരുന്നില്ല. ആ കാറിൻ്റെ ബോണറ്റിൽ ചാരി 2 മനുഷ്യർ നിൽക്കുന്നു. 6 അടിയോളം ഉയരമുള്ള ഒരു ദീർഘകായനും അയാളുടെ കഴുത്തിന് മാത്രം പൊക്കമുള്ള മറ്റൊരാളും. ഇരുവരും നിശ്ചലരായി അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ദീർഘകായനായ മനുഷ്യൻ്റെ കയ്യിൽ ഒരു ബൈനോക്കുലേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ലെൻസിൽ ഒരു പ്രത്യേക പ്രകാശം തങ്ങി നിൽക്കുന്നത് മല്ലിക കണ്ടു. ആ ഭാഗത്ത് നല്ല വെളിച്ചമില്ലാതിരുന്നതിനാൽ അവരുടെ മുഖം വ്യക്തമായിരുന്നില്ല. എന്നാലും രൂപഭാവങ്ങൾ വെച്ച് നോക്കുമ്പോൾ മല്ലിക ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. തൻ്റെ ജീവൻ തിരിച്ചു കിട്ടുമെന്നും താൻ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നുമുള്ള ഒരു വിശ്വാസം അവളിൽ പെട്ടെന്ന് അങ്കുരിച്ചു. നിഗൂഢകരായ 3 മൊട്ടത്തലയന്മാരും സംശയത്തോടെ പരസ്പരം നോക്കി. മിനിറ്റുകൾക്കുള്ളിൽ അങ്ങനെ ഒരു വാഹനം തങ്ങളുടെ സമീപത്ത് വന്നു നിന്നതിനെപ്പറ്റി അവർക്ക് അത്ഭുതം തോന്നി. യാതൊരു അനക്കവും ഉണ്ടാക്കാതെ അവരാരാണെന്നുള്ള ചിന്തയും ആ നിഗൂഢകരെ കുഴക്കിയെന്ന് തോന്നുന്നു. കാറിൽ വന്നവർ നിശ്ചലം നിൽക്കുകയാണ്. ഒരു മൊട്ടത്തലയൻ തൻ്റെ സമീപത്ത് നിന്നവൻ്റെ നേരെ ശിരസിളക്കി. മല്ലികയെ മൂന്നാമൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഒരു ദ്വന്ദ്വയുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടെന്നവണ്ണം ആ തടിയന്മാർ മുന്നോട്ട് ചൂടുകൾ വെച്ചു. "നിങ്ങൾ ആരാണ്?" ഒരുവൻ കനത്ത ശബ്ദത്തിൽ ചോദിച്ചു. "ടൂറിസ്റ്റുകളാണ്. എസ്റ്റേറ്റൊക്കെ കാണണമെന്ന് കരുതി വന്നതാണ്." ദീർഘകായനായ മനുഷ്യൻ പറഞ്ഞു, വളരെ സൗമ്യനായി. "ഈ രാത്രിയിലാണോടാ കാഴ്ച കാണുന്നത്?" അപരൻ ശബ്ദമുയർത്തി. "രാത്രിയിലും ഈ ഭൂവിഭാഗത്ത് ഭംഗിയുണ്ട്. എങ്കിൽ നിങ്ങൾ വേഗം കടന്നു പോകണം." "പക്ഷേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ." ദീർഘകായൻ സൗമ്യത വിടാതെ ചോദിച്ചു. "പറഞ്ഞതനുസരിക്ക്. അതാണ് തടിക്ക് നല്ലത്." ഒരു തടിയൻ മുമ്പോട്ട് വന്നു. "സാർ, എന്നെ രക്ഷിക്കൂ. ഇവരെന്നെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്." മല്ലിക വിളിച്ചു പറഞ്ഞു. "നിങ്ങൾ ആ കുട്ടിയെ വിടൂ, എങ്കിൽ ഞങ്ങൾ പോയേക്കാം." "ഇല്ല, അവളെ ഞങ്ങൾക്ക് വേണം. നിങ്ങൾ പറഞ്ഞതനുസരിക്കൂ, അല്ലെങ്കിൽ വേദനിക്കേണ്ടി വരും." "അല്പം വേദന അനുഭവിക്കുന്നത് നല്ല കാര്യമാണ്. ആദ്യം നിങ്ങൾ അവളെ വിടൂ." "ഹേയ്, താൻ തല്ലുകൊള്ളാതെ അടങ്ങുകയില്ല." ഒരുവൻ മുന്നോട്ട് ചുവടുകൾ വെച്ചു. ദീർഘകായൻ കയ്യിലിരുന്ന ബൈനോക്കുലേഴ്സ് സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അയാളാകട്ടെ ഈ സമയം അത്രയും അവരുടെ സംഭാഷണങ്ങൾ കൗതുകത്തോടെ ശ്രദ്ധിച്ചുകൊണ്ട് നിശ്ചലനായി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് ആ തടിയന്മാർ ദീർഘകായനായ അപരിചിതൻ്റെ മേൽ ചാടി വീണു.
അതിനു മുൻപ് ആ മനുഷ്യൻ ഒന്ന് ചലിച്ചു. മുമ്പോട്ട് ചാടിയ അതേ വേഗതയിൽ തന്നെ ആ തടിയന്മാർ പിന്നോട്ട് റോഡിൽ വീണു. മല്ലിക അത്ഭുതത്തോടെ നോക്കി നിന്നു. അവൾക്കത് ഒട്ടും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. രണ്ട് ഭീകര മനുഷ്യരെ ഒരാൾ തനിച്ച് വളരെ ലാഘവത്തോടെ ചുഴറ്റി എറിയുക. പക്ഷേ സത്യമായിരുന്നു. റോഡിൽ തെറിച്ചു വീണ മനുഷ്യർ ശാപവചനങ്ങൾ ഉയർത്തുകൊണ്ട് ചാടിയെണീറ്റു. പക്ഷേ അവർക്ക് അജ്ഞാതനായ ആ ദീർഘകായനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മഹാമാന്ത്രികൻ്റെ കൈ വേഗതയോടെ അദ്ദേഹം അവരെ തട്ടിത്തെറിപ്പിച്ചു. മല്ലികയെ പിടിച്ചു നിർത്തിയിരുന്ന മനുഷ്യൻ അവളെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ കൂട്ടുകാരെ സഹായിക്കാനെത്തി. ദീർഘകായൻ്റെ സമീപത്തേക്ക് ചെന്ന ആ മനുഷ്യൻ വയറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഒരലർച്ചയോടെ പിന്നോട്ട് മറിഞ്ഞു. പിന്നെ തീപ്പൊരി പറക്കുന്ന ഒരു സംഘട്ടനമാണ് നടന്നത്. മിന്നലിൻ്റെ വേഗതയിലായിരുന്നു അപരിചിതനായ ആ മാനിൻ്റെ ചലനങ്ങൾ. അദ്ദേഹത്തിൻ്റെ സുഹൃത്താകട്ടെ നിർവികാരനായി അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയും. 3 മിനിറ്റിൽ കൂടുതൽ ആ തടിയൻ മുട്ടകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ റോഡ് സൈഡിലെ ഇരുളിലേക്ക് ചാടി തേയിലച്ചെടികൾക്കിടയിലൂടെ മഞ്ഞുപടലത്തിനുള്ളിലേക്ക് ഓടിപ്പോയി. മല്ലികയ്ക്ക് സന്തോഷം കൊണ്ട് ഒന്ന് പൊട്ടിച്ചിരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ ദീർഘകായൻ്റെ തീക്ഷ്ണങ്ങളായ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ ധൈര്യം ചോർന്നു പോകുന്നതായി അവൾക്ക് തോന്നി. അപരിചിതനായ ആ മനുഷ്യൻ മല്ലികയുടെ സമീപത്തേക്ക് വന്നു. സാർ, നിങ്ങൾ ആരാണ്? നിങ്ങളോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അവൾ തെല്ലൊരു ഭയത്തോടെയും ബഹുമാനത്തോടെയും പറഞ്ഞു. ആ മനുഷ്യൻ നെറ്റിയിലേക്ക് വീണുകിടന്ന മുടിയിഴകൾ പിന്നോട്ട് മാടി ഒതുക്കിക്കൊണ്ട് ചിരിച്ചു. ഞങ്ങൾ നിങ്ങളുടെ എസ്റ്റേറ്റ് കാണുവാനായി വന്നവരാണ്. ഒരു സിഗരറ്റ് അധരങ്ങൾക്കിടയിൽ എറിഞ്ഞു പിടിച്ചതിന് ശേഷം അദ്ദേഹം ലൈറ്റർ തെളിച്ച് ജീവനേകി. മല്ലിക ആ മനുഷ്യരെ അറിയുമോ? അജ്ഞാതനായ ആ മനുഷ്യൻ്റെ വാക്കുകൾ കേട്ട് അവൾ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഇല്ല, ഞാനിതിനു മുമ്പ് അവരെ കണ്ടിട്ടുള്ളതായി ഓർക്കുന്നില്ല. സാർ, താങ്കൾ എന്നെ അറിയുമോ? ഇപ്പോൾ മനസ്സിലായി, അദ്ദേഹം ചിരിച്ചു. പക്ഷേ ഞാൻ താങ്കളെ ഇതിനു മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. എൻ്റെ പേരെങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതൊരു വലിയ കാര്യമൊന്നുമല്ലല്ലോ. ആ മോതിരത്തിൻ്റെ ലിപികൾ എനിക്ക് കാണാം. ഓ, മല്ലിക വലത് കരമുയർത്തി നടുവിരലിലെ ആ മോതിരത്തിൽ ശ്രദ്ധിച്ചു. മല്ലിക പഴക്കമുള്ള വീഞ്ഞ് കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, അവൾ അത്ഭുതത്തോടെ അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി. നിങ്ങൾ ആരെ കാണുവാനാണ് പോയത്? ഡോക്ടർ ജോസ് പ്രകാശിനെ. ഞങ്ങളുടെ കുടുംബ ഡോക്ടറാണ്. മല്ലികയുടെ അങ്കിളാണ് മിസ്റ്റർ നാരായണൻ, അല്ലേ? അതെ. താങ്കൾ അദ്ദേഹത്തെ അറിയുമോ? ഓ നോ. പിന്നെ ഇതൊക്കെ കൃത്യമായി അറിഞ്ഞത്? അതുകൊണ്ട് നിങ്ങളെ പരിചയമുണ്ടാവണമെന്നില്ല. അതിരിക്കട്ടെ, ആ നിഗൂഢകരെ പറ്റി മല്ലികയ്ക്ക് എന്താണ് തോന്നുന്നത്? എനിക്കൊന്നും അറിയില്ല സാർ. അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഇത് 2ാമത്തെ പ്രാവശ്യമാണ്. മറ്റു ചില അവസരങ്ങളിൽ ഒരു ഭീകരജന്തു എന്നെ പിച്ച് ചീന്തുവാൻ വന്നു. നിങ്ങൾക്കൊരുപക്ഷെ ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സാർ, നിങ്ങൾ പോലീസുകാരായിരുന്നെങ്കിലെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമായിരുന്നു. മരണം എൻ്റെ ചുറ്റും ഒരു വലയം സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്നിട്ടും ആരോ ഞങ്ങളെ വേട്ടയാടുവാൻ ശ്രമിക്കുകയാണ്. ആ മനുഷ്യൻ സിഗരറ്റിൻ്റെ പുക വലിച്ചെടുത്തുകൊണ്ട് മല്ലികയെ തന്നെ ശ്രദ്ധിച്ചു. മലയിടുക്കുകളിലൂടെ ചുളുചുളുപ്പൻ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മല്ലിക ഇപ്പോൾ ഈ വഴിക്ക് വരുമെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ വീട്ടിൽ മറ്റാരാണുള്ളത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടികളും? ഇല്ല, അദ്ദേഹം അവിവാഹിതനാണ്. ഇന്ദു എന്നൊരു വേലക്കാരി മാത്രമേയുള്ളൂ. മല്ലികയ്ക്ക് ആരെങ്കിലും ശത്രുവുണ്ടോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. മല്ലികയുടെ ഡാഡിയുടെയോ അങ്കിളുടെയോ ശത്രുവായിരുന്നാലും മതി. ഇല്ല സാർ, അങ്ങനെ ആരുമില്ല. ഈ സംഭവങ്ങൾ ആവർത്തിച്ചിട്ടും മല്ലിക കൂട്ടിനാരെയും കൊണ്ടുപോകാതിരുന്നത് എന്താണ്? ഡ്രൈവർക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ശീലിച്ചു പോയി, അല്ലേ? പക്ഷേ ആ ശീലം അപകടം വിളിച്ചു വരുത്തുകയാണെന്നറിയില്ലേ? സാർ, താങ്കളൊരു മാന്ത്രികനെ പോലെ എല്ലാം പറയുന്നു. പക്ഷേ ഇത്ര വൈകുമെന്ന് ഞാൻ കരുതിയില്ല. മല്ലികയ്ക്ക് തനിച്ചു പോകാൻ ഭയമുണ്ടോ? മല്ലിക മറുപടി പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇരുളിൽ 2 പ്രകാശഗോളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ആ കാർ വളവ് തിരിഞ്ഞ് മല്ലികയുടെ കാറിന് പിന്നിൽ ബ്രേക്ക് ചെയ്തു. അതിൽ നിന്നും ഒരാളിറങ്ങി അവിടേക്ക് വന്നു. അയാളൊരു കൈത്തോക്ക് മുന്നോട്ട് നീട്ടിപ്പിടിച്ചിരുന്നു. ഡോക്ടർ ജോസ് പ്രകാശ്.